ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ത് ആക്ഷനാണ് അടുത്തതായി എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാകാം. ഒരുപാട് കാലത്തെ ഒരു പരിചയം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. പക്ഷെ പലപ്പോഴും എന്താണ് ഇവരുടെ ശരിക്കുമുള്ള ഒരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, ഇതിനൊന്നും നിങ്ങൾക്ക് യാതൊരു ഉറപ്പും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയ ഒരവസ്ഥയിലായിരിക്കും. എന്താണ് സത്യം, അല്ലെങ്കിൽ ഏതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു പിടിയും കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒരു വ്യക്തി. ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കൂടത്തിൽ കൊണ്ടു നടക്കാനും വയ്യ, അതായത് ഉപേക്ഷിക്കാനും വയ്യ എന്നുള്ള ഒരവസ്ഥ. അത് ക്യാരി ചെയ്യാനും പറ്റുന്നില്ല, ഉപേക്ഷിക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറ്റം വന്നിട്ടുണ്ടാവാം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ചില ട്രോമയിലൂടെ കടന്നുപോക്കുകൾ, ഇവയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണമായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നോർമലി മറ്റുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ ഒക്കെ ഈ ഒരു പേഴ്സണോട് നിൽക്കുന്ന പോലെ നിങ്ങൾ നിന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന ലൈഫിൽ ആർക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ലൈഫിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിയിൽ നിന്ന് ഇതുപോലെ ഫാമിലിയൊക്കെ കെയർ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവർക്കുള്ളത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ പിടിവിടാതെ ഈ ഒരു പേഴ്സൺ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് അവരുടെ ലൈഫിൽ നിങ്ങളും കൂടി വേണം എന്നുള്ള ആ ഒരു സ്റ്റേജിൽ ഈ ഒരു പേഴ്സൺ കൊണ്ടുപോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു ഘട്ടത്തിൽ നിങ്ങളിലേക്കുള്ള ആ ഒരു ഫോക്കസ് കുറഞ്ഞ് ഈ ഒരു പേഴ്സൺ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പോയിട്ടുണ്ടാവാം, മുൻഗണന കൊടുത്തിട്ടുണ്ടാകാം, കൂടുതൽ മുൻഗണന മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ചില സമയങ്ങൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തേക്കാം, ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളോടാണ് സ്നേഹമുള്ളത്. ചിലപ്പോൾ അവർ തന്നെ അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടും ഉണ്ടാകാം, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ പിന്നെയും നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്ലാഷസോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാകുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണോ, അല്ലെങ്കിൽ അവരുടെ ഒരു സറൗണ്ടിങ്സ് എന്താണോ, ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സാഹചര്യത്തിനോ നിങ്ങളുടെ ഇമോഷൻസിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വലിയൊരു വാല്യൂ ഇല്ല. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ
ഒരു ഈ ഒരു വ്യക്തിയാണ് ഇത് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ പുറകെ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കറന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം, ചിലപ്പോൾ ബ്രേക്കപ്പിൽ കൂടി ആകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ്സ് കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത്രയും ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന് ഒക്കെ ശേഷം വീണ്ടും അവർ നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഇതോടുകൂടി എല്ലാം ഓക്കെ ആയി, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം വീണ്ടും വന്നവരൊക്കെ ആകാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വഴക്കുകളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരു സെപ്പറേഷനിലൊക്കെ പോയിട്ടുള്ളവരാണ്. ഇതിനു മുൻപ് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ അത് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് അതിങ്ങനെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഇപ്പോഴുള്ള ഈ ഒരു അകൽച്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെയും നിങ്ങളൊരു റീയൂണിയനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പല സ്നേഹ വാഗ്ദാനങ്ങളോ പ്രോമിസസ് ഒക്കെ തരുന്നുണ്ടാവാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഹാപ്പി ആയിട്ട് വെക്കുന്നുണ്ടാകാം. ആ ഒരു സമയത്ത് ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവാം അവർ. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടാവില്ല. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറന്ന് മറ്റൊരു വ്യക്തി എന്ന രീതിയിലൊക്കെ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തോന്നും, വേറെ ഏതോ ഒരാൾ വന്ന് നിൽക്കുന്ന പോലെ വരെ നിങ്ങൾക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഫീൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണോ ഇപ്പോൾ ഇത്തരത്തിൽ മാറിക്കളയുന്നത് എന്നുള്ളൊരു ചിന്താഗതി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. കാരണം ഇവർക്ക് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പ്രോമിസസിന് പാലിക്കാനായിട്ട് ഇവർക്ക് തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെയിൻ പ്രശ്നം, അപ്പോൾ കറന്റ്ലി നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളതുപോലെ ചിലപ്പോൾ അത്രയും ഒരു നിസ്സാരമായിട്ടുള്ളതായിരിക്കില്ല. അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഒരു ഡെപ്ത് കൂടിയ തരത്തിലായിരിക്കാം. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പിണക്കങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി നിങ്ങളെ ഒരു ടെൻഷൻ ആക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു പേഴ്സണെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. കാരണം ചില സമയത്ത് ഈ ഒരു പേഴ്സൺ കാണിക്കുന്ന ഒരു സ്നേഹം, ആത്മാർത്ഥത അല്ലെങ്കിൽ വർത്തമാനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രമേലൊരു ഡീപ്പ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു എനർജി നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുകയാണ്. പക്ഷെ ഇൻ ദ സെയിം ടൈം പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്ന് പോയാലോ, അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ഇതിനകത്ത് സഫർ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. ബിക്കോസ് ഈ ഒരു പേഴ്സന്റെ ആ ഒരു സ്നേഹമാണ് നിങ്ങളെ ആക്ച്വലി ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. മാത്രമല്ല ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുമില്ല. ഒരു പക്ഷെ നിങ്ങളും ഈ ഒരു പേഴ്സണും അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവരുടെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. എന്തോരം വേദനയും വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ന്യായീകരിക്കുന്നുണ്ടാവാം. അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയോ അവരുടെ സാഹചര്യം അത്തരത്തിലായതുകൊണ്ടല്ലേ അവർ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയമേ തന്നെ അവരെ ന്യായീകരിച്ച് ആശ്വാസം കണ്ടെത്തുന്നുണ്ടാവാം. കാരണം നിങ്ങൾ അത്രമേൽ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ ലവ് ആണ്. ആ ഒരു ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ ഈ ഒരു ബന്ധം കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അത്രത്തോളം മാനസികമായിട്ട് ഇതിനൊരു വാല്യൂ കൊടുക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആ ഒരു സ്നേഹം മാത്രമായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ മറ്റൊരു കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫൈനാൻഷ്യൽപരമായിട്ട് കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ആ ഒരു പ്യുവർ സ്നേഹം മാത്രം മതിയായിരിക്കും. ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ പണമോ പ്രശസ്തിയോ എന്താണ് അവർക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് ഈ ഒരു പേഴ്സന്റെ ഒരു സ്നേഹം മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട്. അത്രയും ഒരു ഡിവൈനായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത്.
അതായത് നിങ്ങളുടെ ലോകത്ത് നിങ്ങളും ഈ ഒരു പേഴ്സണും മാത്രമേ ഉള്ളൂ. അതിനകത്ത് മറ്റാരും എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ്. അതേസമയം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇതിന് നേരെ എതിരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഒരു വ്യക്തിക്ക് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും മറ്റുള്ള പലരോടും ചോദിച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളും കൂടി എന്തെങ്കിലും ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും മൂന്നാമത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിശ്വസ്തരാണെന്ന് തോന്നുന്ന മറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ചിലപ്പോൾ അവർ പരിഗണിക്കുക. അതായത് പലരുടെ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച് അല്ലെങ്കിൽ പലരിൽ നിന്ന് കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ആ ഒരു പേഴ്സൺ ഒരു തീരുമാനമെടുക്കും. അല്ലാതെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന് മാത്രമല്ല അവരൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുക. അപ്പൊ ആ ഒരു പേഴ്സന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ചാഞ്ചാട്ടമുണ്ട്. അതായത് ഒറ്റയ്ക്കൊരു തീരുമാനം മുറിച്ചെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളിലും പലരുടെയും അഭിപ്രായം കേട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരാണ് ഇതിനകത്തുള്ളതെങ്കിൽ അവരുടെ 2 പേരുടെയും തീരുമാനങ്ങളായിരിക്കും ഇതിനകത്ത് നടപ്പിലാക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ചായിരിക്കണം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുകളോ ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് സംഭവിക്കുള്ളൂ. അതായത് ആ ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് കൊണ്ട് നല്ലതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. നിങ്ങളുടേത് മാത്രമല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടൊപ്പം അല്ലെങ്കിൽ ഒരുപടി മുകളിലേക്ക് മറ്റേതോ ഒരു റിലേഷൻഷിപ്പോ കാര്യത്തിലോ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ആദ്യമേ തന്നെ കാണാനായിട്ട് പറ്റിയിരുന്നു. അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടങ്ങളിലെല്ലാം ഈ ഒരു പേഴ്സൺ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക ഇവർക്ക്. പിന്നെ അത് കഴിയാതെ വന്നപ്പോഴത്തേക്കും നിങ്ങളെ ആയിരിക്കും അവർ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പരിഗണനയും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കി ഇവർ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അതിനകത്ത് കൂടുതൽ ഫോക്കസ് കൊടുത്ത്, അതായത് ഒരേ സമയത്ത് നമ്മൾ പറയുന്ന പോലെ 2 വള്ളത്തിൽ കാലിടുക എന്ന് പറയുന്ന പോലെ അവിടെയും ഇവിടെയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പെട്ടുപോകും. അപ്പൊ ശരിക്കും ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ആക്ച്വലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളുടെ ബന്ധം എങ്ങനെയുള്ളതായാലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനോ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനോ ഒന്നും ഇവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുൻപ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനോ വഴക്കുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ആയി പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നിട്ട് ഒരു പ്രോമിസസോ കാര്യങ്ങളോ കമ്മിറ്റ്മെന്റ്സോ ഒക്കെ തരുമ്പോൾ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം വീണ്ടും മാറി നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് ഇവർ പോകുന്നത്. അതുകൊണ്ടാണ്, അതായത് ബേസിക്കലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തേക്ക് പോകരുതെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടും അവർക്ക് അത് മെയിനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത് ചെയ്തു കൊണ്ടുപോകാത്തത് പലപ്പോഴും ഒരു ഇവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടാകാം, നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഈ പേഴ്സണോട് നിങ്ങൾ ചിലപ്പോൾ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നും ഉണ്ടാകാം, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനഃപൂർവ്വം ഇവർ സൈലന്റ് ആയിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ കറന്റ്ലി നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ പീരീഡിലായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ ഒരു പേഴ്സൺ ഒരു ഡിസ്ട്രക്ഷൻ അനുഭവിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ മനസ്സിന് വല്ലാത്തൊരു ആഘാതം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ നമ്മളിവിടെ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് അകത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് മാനസികാഘാതം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ നിങ്ങളിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ സെപ്പറേഷനിലായിരിക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിന്ന് പോകുന്നത് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളെ സമീപിക്കാത്തത് കൊണ്ടാണ്.
മാത്രമല്ല ഈ ഒരു പേഴ്സൺ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ട് മറ്റു പല വഴികളും അന്വേഷിച്ച് നടന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഈ ഒരു പേഴ്സൺ സ്വീകരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോംവഴികളൊക്കെ അന്വേഷിച്ച് അവർ പോയിട്ടുണ്ടാകും. കാരണം വേറെ എന്തൊക്കെയോ മാർഗങ്ങളിലൂടെ ഈ ഒരു പേഴ്സൺ സഞ്ചരിച്ച് പോയിട്ടുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ആ പേഴ്സണ് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്താണോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിനേറ്റ വേദന എന്താണോ, ആ ഒരു ആഘാതം എന്താണോ, ഈ കാര്യങ്ങളെല്ലാം എന്താണോ അത് പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ മറ്റേതെങ്കിലും ഒരു മാർഗം അന്വേഷിച്ച് പോയിട്ടും നിങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വിസിബിൾ ആകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ഏത് വഴി അന്വേഷിച്ച് പോയിട്ടും അവരാഗ്രഹിക്കുന്ന ആ ഒരു സൊല്യൂഷനും കാര്യങ്ങളും ഒന്നിൽ നിന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആകെ ഒരു ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അവർ ഏതൊക്കെയോ ഒരു പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്ത് സൊല്യൂഷൻസ് ആണ് അവർ കണ്ടെത്തിയിട്ടുള്ളതെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവസാനം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇതുവരെ തിരിച്ചു വരാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നതിന് മുൻപ് ചിലപ്പോൾ അതുപോലെയുള്ള ക്ലാഷസ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് ഒന്നും മിണ്ടാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തികളുമായിരിക്കാം. അപ്പൊ നിങ്ങൾക്കൊരു പിടുത്തവും കിട്ടാത്ത രീതിയിൽ എല്ലാം മാറ്റിമറിച്ച് തന്നിട്ട് ഒന്നും മിണ്ടാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയിൽ, ആ ഒരു എനർജിയിൽ പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഓവറായിട്ടുള്ള ആ ഒരു ഇന്റർഫിറൻസ് നിങ്ങളുടെ നല്ലതിനല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും അവർ പോയിട്ടുണ്ടാകാം ആ തേർഡ് പാർട്ടിയിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അത്രയും ഒരു ഹോണസ്റ്റ് ആയിട്ട് തുറന്നു പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവരുടെ ഒരു മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. അപ്പൊ ചിലപ്പോൾ ആ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, അപ്പൊ നമ്മളോട് കാണിക്കുന്നത്. അതായത് ഒരുപാട് സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു രഹസ്യം ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. അതായത് നമ്മൾ തന്നെ വിചാരിക്കും ചില വ്യക്തികൾക്ക് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ ചില വ്യക്തികൾ അങ്ങനെയാണ്, എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർ ഓപ്പൺ അപ്പ് ആവില്ല. കുറേയധികം രഹസ്യങ്ങൾ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായാലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർ അത് വേറൊരു രീതിയിൽ മനസ്സിലാക്കിയാലോ എന്നുള്ളത് കൊണ്ടും ആയിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിൽ കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് ആയിട്ട് നിൽക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിച്ചിട്ട് അത്രയൊന്നും പുറത്ത് കാണിക്കാത്ത വ്യക്തികളും ഉണ്ട്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഒരു മനോഭാവം എന്താണ് നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും അവർ ഓപ്പൺ ആയിട്ട് പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരികയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരത് നിങ്ങളെ അറിയിക്കാതെ മറ്റു കുറേ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവര് ശ്രമിച്ച ആ വഴികളിൽ നിന്ന് എല്ലാം അവര് പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ലാസ്റ്റ് എനർജീസ് നമുക്ക് വരുന്നത്. അതായത് എല്ലാ വഴികളും അടഞ്ഞു, ഇനി നിങ്ങളിലേക്ക് വരാം എന്ന് അവർ ചിന്തിക്കുന്നു എന്നപോലെ ഒരു എനർജിയാണ്. മാക്സിമം അവർക്കുണ്ടായിരുന്ന ഒരു ഡിപ്രഷനും നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും അന്വേഷിച്ച് നോക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഒന്നിനും ഒരു ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അവസാന ആശ്രയമായിട്ട് അവർ നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട്. മാത്രമല്ല നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ഓഫർ തന്നുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഇത്തവണത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫ്ലോയിങ് ലവ് ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരുപാട് ഒരു സ്നേഹം നിങ്ങളോടുള്ള ഒരു സമയം തന്നെയാണിത്. ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ ഒരു അടി,
നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ട് കുറേ വഴികൾ തിരഞ്ഞു നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രസന്റ് എനർജിയിൽ അവർ സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലവ്, കെയർ, അഫെക്ഷൻ അത്തരത്തിലുള്ള എനർജിയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത്. മറ്റൊരു ദുരുദ്ദേശത്തിനുമല്ല അവർ വരുന്നത്. ഒരു പക്ഷേ അവര് വളരെ ഒറ്റപ്പെട്ടു പോയതുകൊണ്ടായിരിക്കാം അത്രയും ആ ഒരു സ്നേഹം ആഗ്രഹിക്കുന്ന ആ ഒരു ഇമോഷണൽ ഫീലിംഗ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയണമെന്നില്ല. അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു ട്രോമ എന്താണെന്നോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയ ഒരു വിഷമ കാര്യങ്ങളൊക്കെ എന്താണെന്നോ ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് സാധ്യത കുറവാണ്. എങ്കിലും നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുൻപും ഈ ഒരു പേഴ്സൺ ഓഫറുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു കാര്യമായിട്ടൊന്നും അത് തോന്നിയിട്ടുണ്ടാവില്ല. ഇതിനു മുന്നേ ഞങ്ങൾ തമ്മിൽ ഇതുപോലെ തന്നെ ഒരു കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടത്തിൽ പോയിരുന്നതാണ്, പക്ഷെ വീണ്ടും ഈ ഒരു പേഴ്സന്റെ സ്വഭാവം മാറിയല്ലോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ കൂടുതൽ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പൊ ആ ഒരു സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് നിങ്ങളോട് ഉള്ളത് കൊണ്ടാണ് എന്ന് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കുക. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1988 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. അതുപോലെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഐസ്, നിങ്ങളുടെ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ കണ്ണുകൾ കാണാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുക എന്ന് വിചാരിക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത്. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നു. ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 49 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എം നമുക്ക് കിട്ടുന്നു. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1977 നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ളൊരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 25 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. 1981 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1999 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.